നമസ്കാരം. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ നിലവിലുള്ള ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ജോലി ഉപേക്ഷിച്ച് സ്വന്തമായ ചില കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ ചില സാഹചര്യങ്ങളെ കൊണ്ട് നിലവിലുള്ള സ്ഥലത്ത് നിന്നും മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരുവാൻ യോഗം കാണുന്നുണ്ട്. ഒരു വർഷത്തേക്ക് ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കുന്നത് അത്ര ഗുണകരമല്ല. എന്നാൽ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയതായിട്ടുള്ള കർമ്മ മേഖലകൾക്ക് തുടക്കം കുറിക്കാം. മറ്റു ചിലർക്ക് നിലവിലുള്ള സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാത്തത് വഴി രാജിക്കത്ത് നൽകേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മറ്റു ചിലർക്ക് മേലധികാരി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാത്തത് മൂലവും ജോലി നഷ്ടപ്പെടുവാനും യോഗം കാണുന്നുണ്ട്. വ്യവസ്ഥകൾ പാലിക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാനുള്ള യോഗം കാണുന്നുണ്ട്. സാഹസ പ്രവർത്തികളിൽ നിന്നും പിന്മാറേണ്ടതാണ്. കുടുംബത്തിലെ പല വിധത്തിലുള്ള സാഹചര്യങ്ങളെ കൊണ്ടും സമ്മർദ്ദങ്ങളെ കൊണ്ടും ദാമ്പത്യ സൗഖ്യം, സമാധാനം, കുടുംബത്തിലെ സമാധാനം എന്നിവ കുറയും. കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയതായിട്ടുള്ള സമീപനം തൊഴിൽ മേഖലകളിലും കുടുംബജീവിതത്തിലും വേണ്ടി വരുവാനുള്ള യോഗം കാണുന്നുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കുന്നതും മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുന്നത് വഴി ഒരു വർഷത്തേക്ക് കൂടി ഈ വക കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ടുള്ള സ്ഥാപനം തുടങ്ങുവാനുള്ള തീരുമാനം ഉണ്ടെങ്കിൽ പോലും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുകയും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുന്നത് അതിനുള്ളൊരു പരിണത ഫലം ഉണ്ടായിത്തീരുമെന്ന് മാത്രമല്ല, ഈ ഒരു സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ കൂടി അവലംബിക്കുന്നത് ഗുണകരമായി തീരും. ആധുനിക സംവിധാനവും പൗരാണിക സമ്പ്രദായവും സമന്വയിപ്പിച്ചും കൊണ്ട് ചെയ്യുന്ന പുതിയ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ അനുകരണങ്ങൾ വന്നു ചേരുവാനും ഒരുപക്ഷെ അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ടെങ്കിലും ഒരു വർഷത്തേക്ക് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നും വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരാം. അതിനുള്ളൊരു പരിണത ഫലം എന്ന് പറയുന്നത് ഒരുപക്ഷെ 2018 സെപ്റ്റംബർ മാസത്തിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിരുന്നാലും ആയത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിന് പാഠ്യപദ്ധതിക്ക് ചേരേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുവാനാണ് യോഗം കാണുന്നത്. ഏതൊരു മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും എന്ന് മാത്രമല്ല, ഒരു പക്ഷേ കൂടുതൽ പണച്ചെലവ് അനുഭവപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരുവാനും പരസഹായം വേണ്ടി വരുവാനും തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ആഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായ ഫലങ്ങളായി പറയുന്നു. നമസ്കാരം.